അപ്പൊ സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ഒരു ബേസിക് ഐഡിയ ഇപ്പൊ എല്ലാം കിട്ടി. നമ്മൾ Z4ന്റെ എക്സാം, Z4 ആകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ Z4 എടുത്തത്. Z4ലെ എലമെന്റുകൾ നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ. Z4ന്റെ കേസ് നമ്മൾ കണ്ടു 0, 1, 2, 3 അല്ലെ. 0, 1, 2, 3 ആണ് അതിന്റെ അകത്തെ എലമെന്റുകൾ വരുന്നത്. നമ്മൾ അതിന്റെ സബ് ഗ്രൂപ്പ് നമ്മളോട് പറഞ്ഞതാണ് 0, 2 അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ കണ്ടു അല്ലെ. 0, 2 എന്ന് പറയുന്നത് 2 കണ്ടെയ്ൻ ചെയ്യുന്ന Z4ന്റെ ഒരു സബ് ഗ്രൂപ്പ് ആക്കുക. അത് നമ്മൾ 0, 2 ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ 0 എന്തായാലും ഓട്ടോമാറ്റിക്കലി വരണം. ഒരു സെറ്റ് എടുക്കണം അത് സബ് ഗ്രൂപ്പ് ആണോ എന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എന്തായാലും വരണം. ഐഡന്റിറ്റി എലമെന്റ് അല്ലാതെ നമ്മൾ 2 ചേർത്തപ്പം 2 + 2 എന്ന് പറയുന്നത് ഇവിടെ അഡീഷൻ മോഡുലോ 4 ആണ്. അപ്പൊ 2 + 2 4, 4 / 4 റിമൈൻഡർ 0. അപ്പൊ 2 + 2 അഡീഷൻ മോഡുലോ ചെയ്യുമ്പോൾ അത് 0 ആയി കിട്ടുന്നത് അല്ലെ. റിമൈൻഡർ 4 വെച്ച് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയതുകൊണ്ട് 2 + 2ന്റെ ഓപ്പറേഷൻ ഇവിടെ നമ്മൾ അഡീഷൻ മോഡുലോ ആയതുകൊണ്ട് 2 അഡീഷൻ മോഡുലോ 4 ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പൊ 2ഉം 2ഉം കൂടെ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പൊ 2 ഉള്ളപ്പം 2 + 2ഉം വരണം, 2 + 2 + 2 വരണം. അപ്പൊ 0 വന്നു. 2 ഉള്ളപ്പം 0 വന്നു. അപ്പൊ വേറെ എന്തെങ്കിലും ഇതിനകത്ത് എക്സ്ട്രാ വരേണ്ട കാര്യമുണ്ടോ? ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും വരേണ്ട കാര്യമുണ്ടോ? 0ക്കും 2നും തന്നെ ഒരു സബ് ഗ്രൂപ്പ് ആകാൻ പറ്റും. അപ്പൊ അതിനെ നമുക്ക് സബ് ഗ്രൂപ്പ് ഓഫ് Z4 ആണ് നമ്മൾ പറഞ്ഞു. അതിന് നമുക്ക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എന്നും പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എന്ന് പറയാം. കാരണം എന്താണ്? 2 വെച്ചിട്ട് ജനറേറ്റ് ചെയ്തൊക്കെ 2 + 2. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് Z4ന് ഇനി സബ് ഗ്രൂപ്പ് വേറെ ജനറേറ്റ് ചെയ്യുന്നില്ല ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പൊ 1 ആണ് നമ്മൾ അതിന്റെ പകരം എടുത്തിരുന്നെന്ന് വിചാരിക്കാം. Z4ന്റെ അകത്ത് നമ്മൾ 1 വെച്ച് ജനറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ 1 ഉള്ളപ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു 1 + 1 വരണമല്ലോ. 1 ഉള്ളപ്പം 1 + 1 വരണം. അപ്പൊ എന്താണ്? 2 ആണ്. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 തന്നെ വരും. അപ്പൊ 1 ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരണം? 1 + 1 വരണം, 2 വരണം. അപ്പൊ 1 ഉണ്ടെങ്കിൽ 1 വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ 1 ഉള്ളപ്പം 2 വന്നേ പറ്റുള്ളൂ. അപ്പൊ 1ന്റെ അകത്ത് 1 ഉണ്ട്, 2 ഉണ്ട്. ഇനി 1ഉം 2ഉം കൂടെ വരുമ്പോൾ 1 + 2 വരണ്ടേ? 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. റിമൈൻഡർ ചെയ്യുമ്പോൾ 3/4 ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണ്. അപ്പൊ 1ഉം 2ഉം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 3 വരണം. അപ്പൊ ആക്ച്വലി എന്താ? 1 എന്ന് പറയുന്ന നമ്പർ വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് Z4 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം 1 എന്ന് പറയുന്നത് Z4നെ ജനറേറ്റ് ചെയ്യുവാണ്. Z4നെ 1 ജനറേറ്റ് ചെയ്യും. കാരണം 1 വെച്ചിട്ട് നമ്മൾ ഒരു 1 ഉള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ 1 ഉള്ള ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്താൽ 1ന്റെ എല്ലാ അഡ്ജി നമ്പേഴ്സും വരണം. അപ്പൊ 1 + 1 വന്നു. 1 ഉണ്ടെങ്കിൽ 1 + 1 വേണം. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 1ഉം 2ഉം ഉണ്ടെങ്കിൽ 1 + 1 + 1 വരണമല്ലോ. 1ഉം 2ഉം കൂടി ഉണ്ടെങ്കിൽ 1 + 2 വരണം. അപ്പൊ എന്താണ്? 3 വന്നു. അപ്പൊ 1 ഉണ്ടെങ്കിൽ 2 ഉണ്ട്, 2 ഉണ്ടെങ്കിൽ 3 ഉണ്ട്. ഇനി 3 ഉണ്ടെങ്കിൽ 3 + 1 4, 0 വന്നല്ലേ പറ്റുള്ളൂ. ഇത്ര നമ്പേഴ്സിന്റെ അകത്തുള്ളൂ. Z4ന്റെ അകത്ത് ആകെ 4 നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ 1 വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 1 ജനറേറ്റ് ചെയ്യുക. 1 Z4നെ തന്നെ ജനറേറ്റ് ചെയ്യും. പക്ഷെ 2 ആയിരുന്നു നമ്മൾ നോക്കിയെങ്കിൽ 2 നമുക്ക് നോക്കുവാണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്താ? ഒരു സബ് ഗ്രൂപ്പേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. 2 വെച്ച് നമ്മൾ, അതായത് Z4ലെ ഓരോ എലമെന്റ്സും വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എന്താണെന്നാണ് ഞാൻ പറയുന്നത്. Z4ന്റെ അകത്തെ ഐഡന്റിറ്റി എലമെന്റ് വെച്ച് നോക്കിയാൽ ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ കിട്ടുള്ളൂ. 1 വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് Z4 കിട്ടി. 2 വെച്ച് നമ്മൾ നോക്കിയപ്പോൾ 0യും 2ഉം മാത്രമുള്ള ഒരു സെറ്റാണ് കിട്ടുന്നത്. 2 വെച്ചിട്ട് എലമെന്റ് 0യും 2ഉം മാത്രം നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ അതിന്റെ അകത്ത് ഗ്രൂപ്പ് ആവാനായിട്ട് 0യും 2ഉം മാത്രം മതി. അപ്പൊ 0, 2 is a subgroup of G generated by 2 ആണ്. അതിന്റെ അകത്ത് 2 മാത്രമേ ഉള്ളൂ. 0യും 2ഉം മാത്രമേ ഉള്ളൂ. ഇനി 3 ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ Z4ന്റെ ആകെ 4 എലമെന്റ്സേ ഉള്ളൂ. 3 ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 3 ഉള്ളപ്പോൾ എന്ത് വേണം? 3 + 3 വേണം അല്ലെ. 3 ഉള്ളപ്പം 3 + 3 വേണം. 3 + 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ അതിന്റെ റിമൈൻഡർ എടുക്കുമ്പോൾ 2 വരും. അപ്പൊ 3 ഉള്ളപ്പം 2 വന്നേ പറ്റുള്ളൂ. അപ്പൊ 3 ഉള്ളപ്പം 2 ഉണ്ട്. ഇനി 2 കഴിഞ്ഞിട്ട് ഇനി എന്താ ഉള്ളത്? 3യും 2ഉം ഉണ്ടെങ്കിൽ 3 + 2 5 വരണം. 5 എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ മോഡുലോ 4 ചെയ്യുമ്പം അത് 1 ആണ്. അപ്പൊ 3 ഉള്ളപ്പം 2 വരണം. 2 ഉള്ളപ്പം 3യും 2ഉം ഉള്ളപ്പം 1ഉം വന്നേ പറ്റുള്ളൂ. അപ്പൊ 3 വെച്ച് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയാൽ ആദ്യം 3 എഴുതി, പിന്നെ നമ്മൾ 2 എഴുതി. 3 വെച്ച് ജനറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടി. അത് വെച്ച് പിന്നെയും ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി അതിനെ ഒന്നും കൂടെ 1 + 3 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പൊ 3 വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അകത്ത്
സീറോയും 1ഉം 2ഉം 3ഉം വരും. അപ്പം 3 ഈസ് എ ജനറേറ്റർ ഓഫ് ജി എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് Z4 ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും. കാരണം Z4ൽ ഒരു എലമെന്റ് വെച്ചിട്ട് Z4ലെ ഒരു എലമെന്റ് വെച്ചിട്ട് നമുക്ക് Z4നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് Z4 ചെറിയ സെറ്റ് ആയിരുന്നു. അതിന്റെ അകത്ത് നമ്മൾ 1 അതിന്റെ ഒരു ജനറേറ്റർ എന്ന് പറയാൻ കാരണം 1 ഉള്ള ഒരു സബ് ഗ്രൂപ്പ് Z4നെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി Z4 മൊത്തം വരും. 1 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 ഉണ്ട്, 2 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 3 ഉണ്ട്, 3 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 0 ഉണ്ട്. അപ്പൊ 1 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് Z4 തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് Z4ന്റെ 1 ഒരു ജനറേറ്റർ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മുടെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉള്ള സിമ്പിളിന്റെ ഇടയ്ക്ക് 1 ഇട്ടിട്ട് Z4 ഈസ് ജനറേറ്റഡ് ബൈ 1 അതിനുള്ള സിമ്പിൾ നമ്മൾ എക്ക് ഇവിടെ 1 ആണ് വരുന്നത്. Z4 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആ ബ്രാക്കറ്റിന്റെ അകത്ത് സ്ക്വയർ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടയ്ക്ക് നമുക്ക് 1 എന്നിട്ട് അതിന്റെ മീനിങ് 1 ജനറേറ്റ്സ് Z4നെ നമുക്ക് 1 വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 വെച്ചും ജനറേറ്റ് ചെയ്യാൻ പറ്റും. 3 ഈസ് ഓൾസോ എ ജനറേറ്റർ ഓഫ് Z4. കാരണം 3 ഉള്ളപ്പം 3 പ്ലസ് 3 2 ഉണ്ട്, 3ഉം 2 ഉള്ളപ്പം 1 ഉണ്ട്, 1 ഉള്ളപ്പം 0 ഉണ്ട്. അപ്പം Z4ലെ എല്ലാ എലമെന്റ്സും 3 ഉള്ള സബ് ഗ്രൂപ്പിന്റെ അകത്തുണ്ട്. 3 ഉള്ള ഒരു സബ് ഗ്രൂപ്പ് നമ്മൾ എടുക്കുവാണ്. 3 ഉള്ളപ്പം 6 വരും, 6 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഉള്ളും 3 ഉള്ളപ്പം 1 വരും, 1 ഉള്ളപ്പം 0 വരും. അപ്പൊ നമുക്ക് 3 വെച്ചിട്ടും Z4നെ മൊത്തം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 2 എടുത്തപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? 2 മാത്രമാണ് നമ്മൾ എടുത്തതെങ്കിൽ 0, 2 എന്നുള്ളൊരു സബ് ഗ്രൂപ്പാണ് കിട്ടി. അതൊരു സൈക്ലിക് സബ് ഗ്രൂപ്പ്, 0ഉം 2ഉം മാത്രമുള്ള ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് Z4 ആണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇച്ചിരി കൂടെ വലിയൊരു സെറ്റ് ഞാൻ ഇത് കാണിക്കുന്നില്ല, നിങ്ങളൊന്ന് പേപ്പർ എടുത്തൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇച്ചിരി കൂടെ വലിയൊരു സെറ്റ് എടുക്കാം. Z12 എടുക്കാം. Z12 നിങ്ങളൊന്ന് എഴുതിക്കേ. ഞാൻ പേപ്പർ എഴുതുന്നില്ല, നിങ്ങളൊന്ന് എഴുതിയാൽ മതി. Z12 എടുത്തേ. ഒരു പേപ്പറിലോട്ട് നിങ്ങൾ Z12 എന്ന് എഴുതുക. Z12ലെ എലമെന്റുകൾ എന്ന് പറയുന്നപ്പോ എന്ത് വരും? Z12ലെ എലമെന്റുകൾ 0, 1, 2 എക്സെട്ര അപ് ടു 11. നമ്മൾ Z4 എന്ന് പറയുമ്പോൾ അഡീഷൻ മോഡിലോ 4 ആണ്. Z12 എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് Z12 പറഞ്ഞത്. Z12 എടുത്താൽ എന്തൊക്കെ വരും? Z12ന്റെ അകത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് 0 തൊട്ട് 11 വരെ. അതായത് നമ്മൾ ഏത് നമ്പറിനെയും 12 വെച്ച് കിട്ടുന്ന റിമൈൻഡേഴ്സ് ആണ് അതിന്റെ അകത്ത് വരുന്നത്. 12 വെച്ച് എടുക്കുമ്പോൾ 0 റിമൈൻഡർ വരാം, 1 വരാം, അങ്ങനെ അപ് ടു 11 വരെയല്ലേ റിമൈൻഡേഴ്സ് വരുള്ളൂ. 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും 12 റിമൈൻഡർ വരികയില്ല. അപ്പൊ നമ്മൾ ഏത് നമ്പറിനെയും 12 വെച്ചാണ് ഇവിടെ ഡിവിഷൻ നടത്തുന്നത്. അപ്പൊ Z12ന്റെ അകത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് 0 തൊട്ട് 11 വരെയുള്ള എലമെന്റുകളാണ്. അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ്, അപ്പൊ 1 എടുക്കേണ്ട, 1 എടുത്ത് ഓട്ടോമാറ്റിക്കലി മൊത്തം വരും. നമ്മൾ 2 എടുക്കാം. അതിന്റെ അകത്ത് 2 എടുത്താല് 2 ഉള്ള സെറ്റിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി 4 വന്നല്ലേ പറ്റുള്ളൂ. കാരണം 2 ഉള്ളപ്പം 2 + 2 വേണം. 2 ഉള്ളപ്പം 2 + 2 4 വന്നു. അപ്പൊ 4നെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 ആണ്. 2 ഉള്ളപ്പം 4 വന്നു. 4 ഉള്ളപ്പം 4 + 2 6 വരും. 6ഉം 2 ഉള്ളപ്പം 8 വരും. 8ഉം 2 ഉള്ളപ്പം 10 വരും. 10ഉം 2 ഉള്ളപ്പം 12 എന്ന് പറയുന്നത് എന്താണ്? 0 വരും. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനകത്ത് വരുമോ നോക്കി. Z12ന്റെ അകത്തെ സബ് ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. 2 ഉള്ള ഒരു സബ് ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. 2 ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി 2 + 2 4 വന്നു. 2ഉം 4ഉം ഉള്ളത് കൊണ്ട് 6 വന്നു. 6ഉം 2 ഉള്ളത് കൊണ്ട് 8 വന്നു. 8ഉം 2 ഉള്ളത് കൊണ്ട് 10 വന്നു. 10ഉം 2 ഉള്ളത് കൊണ്ട് 12 അല്ലെങ്കിൽ 0 വന്നു. ഇനി നമ്മൾ 4ഉം 6ഉം കൂടെ നോക്കിയാൽ 10 ആണ്. 8ഉം 6ഉം കൂടെ നോക്കിയാൽ 14 ആണ്. റിമൈൻഡർ 2. ബാക്കിയുള്ള ഏത് നമ്പേഴ്സ് നോക്കിയാലും നമുക്ക് എന്താ റിമൈൻഡർ കിട്ടുള്ളൂ? റിമൈൻഡേഴ്സ് ഈ നമ്പറുകൾ തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് 2 ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0, 2, 4, 6, 8, 10 ആണ്. അപ്പം Z12 ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ Z12 പഠിച്ച വലിയ എക്സാമ്പിൾ ആണ് എടുത്തേക്കുന്നത്. Z12 നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ വരും? 0 വരും, 2 വരും, 4 വരും, 6 വരും, 8 വരും, 10 വരും. അപ്പൊ അതൊന്നും വന്ന് 2 ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പാണ്. 2 ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 അതിനെ സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്നാ പറയുന്നത്. കാരണം അത് ഇതെല്ലാം 2വിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ വരുന്നത്. 2, 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 0. ബാക്കി ഒരു നമ്പറും ഇതിന്റെ അകത്ത് വരുന്നില്ല. അപ്പം ഇതിന്റെ അകത്ത് എത്ര എലമെന്റ്സ് വന്നു? 1, 2, 3, 4. അപ്പൊ Z12ന്റെ അകത്തെ 6 എലമെന്റ്സ് Z2ന്റെ അകത്ത് വന്നുള്ളൂ. ഐഡിയ മനസ്സിലായോ? പക്ഷെ നമ്മൾ അതിന് പകരം 1 ആയിരുന്നു എടുത്തെന്ന് വിചാരിക്കുക. 1 ജനറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ എന്ത് വരും? 1 ഉള്ളപ്പം 1 ഉണ്ട്, 1 + 1 2 ഉണ്ട്, 2 + 1 3 ഉണ്ട്, അങ്ങനെ 11 വരും അല്ലെ. 10 + 1 ചെയ്യുമ്പോൾ 11 വരും. പിന്നെ 11 + 1 ചെയ്യുമ്പോൾ 0 വരും. അപ്പൊ 1 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 1 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. 1 is a generator of Z12. Z12ന്റെ അകത്ത് 1 ഉള്ള സബ് ഗ്രൂപ്പ് Z12ന്റെ നമ്മൾ കൺസിഡർ ചെയ്താൽ 1 ഉള്ളപ്പം 1 ഉണ്ട്,
1+1 2 ഉണ്ട്, 2+1 3 ഉണ്ട്, 3+1 4 ഉണ്ട്. അങ്ങനെ എല്ലാ നമ്പേഴ്സും ഇതിന്റെ അകത്ത് വരും. 1 ഉള്ള Z12 സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z12 തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാം Z12 is generated by 1. അപ്പൊ സൈക്ലിക് ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. Z12 Z4 സൈക്ലിക് ഗ്രൂപ്പുകളാണ്. അപ്പൊ നമ്മൾ ഇത് നമ്മൾ അഡീഷൻ മോഡിൽ വെച്ചിട്ടാണ്. നമുക്ക് അടുത്ത ദിവസം അല്ലാത്ത എക്സാമ്പിൾസ് എടുക്കാം. അപ്പൊ ഇവിടെ Z12 ഞാനൊരു ബേസിക് ഐഡിയ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ള ഡെഫിനേഷൻ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പിന്റെ അടുത്ത ദിവസം പറയാം. സൈക്ലിക് ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ് ഗ്രൂപ്പിനെ നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് ദാറ്റ് സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ സെറ്റിനെ തന്നെ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിന് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം Z12 കേസിൽ നമ്മൾ 1 അതിന്റെ ഒരു ജനറേറ്റർ ആയിട്ട് കിട്ടി. 1 വെച്ചിട്ടുള്ള സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z4 തന്നെയാണ്. Z4 കേസിൽ 1 എന്ന് പറയുന്നത് Z4 തന്നെ ഇതായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ 2 ആണെങ്കിൽ നമുക്കൊരു സബ് ഗ്രൂപ്പാണ് കിട്ടുന്നത്. 0 2 എന്നുള്ള സെറ്റ് കിട്ടും. അതൊരു സബ് ഗ്രൂപ്പ്, അത് സൈക്ലിക് സബ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ Z12 കേസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ Z12 ആണ്. Z12 നമ്മൾ 1 ആണ് എടുക്കുന്നതെങ്കിൽ 1 വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് Z12 തന്നെ കിട്ടും. അതിന് പകരം നമ്മൾ 2 ആണ് ജനറേറ്റർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ 2 വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 2 4 6 8 10 എന്നുള്ള സെറ്റ്. അതിന്റെ അകത്ത് 6 എലമെന്റുകളേ ഉള്ളൂ. അതൊരു സബ് ഗ്രൂപ്പാണ്. ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ്, സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എന്ന് പറയാൻ പറ്റും.